അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ സയ്യിദിന മുഹമ്മദ്. ശ്രദ്ധിക്കുക, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൽ അമ്മയുടെ വിശദീകരണം പറഞ്ഞതിൽ മുജ്മലാവുക മുഫസ്സലാവുക എന്ന് പറയുന്നിടത്തിൽ മുഫസ്സൽ എന്നതിന് വെവ്വേറെ എന്നാണ് വാക്കുപയോഗിച്ചിരുന്നത്. ശരിക്കും ഉദ്ദേശിച്ചത് ഈ വിസ്തരിച്ച് പറയുന്നതിനാണ്. മുജ്മൽ എന്ന് പറഞ്ഞാൽ ഒന്നടങ്കം ഓവറോളാക്കി പറയാണ്. അതായത് ആ പറഞ്ഞതിൽ ഇതൊക്കെ പെടും. ഇപ്പോൾ ഉദാഹരണത്തിന് നീ നന്മ ചെയ്യുക, അപ്പം നന്മ എന്ന് പറയുന്നതിൽ എല്ലാം പെടും, നന്മകളൊക്കെ പെടും. ഇനി അതൊക്കെ എന്താണ് നന്മ എന്നൊരാൾ ചോദിച്ചാൽ നീ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ, നീ 5 നേരം നിസ്കരിക്കൽ, നീ സദക്ക കൊടുക്കൽ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിസ്തരിച്ച് പറയുന്നതിനാണ് തഫ്സീലാക്കി പറയുന്നത്. നന്മ എന്ന ഒറ്റ വാക്ക് പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളടക്കത്തിലുള്ള ഒരു വാക്ക് ഉപയോഗിച്ച് മൊത്തമാക്കി പറയുന്നതിനാണ് മുജ്മലാക്കി പറയുക. ഓരോന്നും വെവ്വേറെ വിസ്തരിച്ച് പറയുന്നതിനാണ്, വിശദീകരിച്ച് പറയുന്നതിനാണ്, ഡീറ്റെയിൽഡായിട്ട് പറയുന്നതിനാണ് മുഫസ്സൽ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ മുഫസ്സലാക്കി ഓരോരോ കാര്യങ്ങളെടുത്ത് വിസ്തരിച്ച് പറയുന്നതിന് വേണ്ടി ആണ് ആ മാനക്കാണ് അമ്മ ഉപയോഗിക്കാറ് എന്നാണ് പറഞ്ഞത്. പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയത്, മഹ്മായക്കുൻ മിൻ ഷൈഇൻ ബഅദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താ, അത് അവിടെ സെയ്ദുൻ ഖായിമുൻ എന്നാണ് അവിടെ കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ സെയ്ദിലേക്കാണല്ലോ ചേരേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടത് ഖായിമിലേക്ക്, ഖായിം എന്ന ഖബറിലേക്ക് ചേരുന്നതിന് 2 ഇങ്ങനെ ഷർത്തിൻ്റെ ഹർഫുകൾ ഒരുമിച്ച് കൂടൽ വെറുക്കപ്പെട്ടതുകൊണ്ടാണ് ഫസെയ്ദുൻ ഖായിമുൻ, അമ്മ ഫസെയ്ദുൻ ഖായിമുൻ എന്ന് പറയുന്നതിന് പകരം അമ്മ സെയ്ദുൻ ഫഖായിമുൻ, അപ്പോൾ ആ ഫാനെ ഖബറിലേക്ക് ഖായിമിലേക്ക് പിന്തിച്ച് പറയുന്നത്. പിന്നെ അമ്മക്ക് അമ്മ എന്ന ആ ഹർഫിന് ഇതല്ലാത്ത രീതിയിൽ തൗജീഹ് ചെയ്തവരുണ്ട്. അപ്പോൾ ആ രീതിയിലല്ല ഇവിടെ പറയുന്നത്. പിന്നെ ഇനി ഇതിലേക്ക് കടക്കുക. അത്തബഖത്തുൽ ഊല, നമ്മൾ ഇന്നലെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞത് ഒരു കബീല 3 തട്ടുകൾ ചേർന്നാണ് ഉണ്ടാവുന്നതെന്നാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ തബക്ക എന്ന് പറയുന്നത് അൽ അഹ്റാറു, അത് സ്വതന്ത്രരാണ്. വഹും അവരാകുന്നത് അബ്നാ ഉൽ കബീലത്തി, ഗോത്രത്തിൻ്റെ മക്കളാണ്, അതായത് സന്താനങ്ങളാണ്. അൽ ഉസലാഉ, അതായത് ഉയർന്ന തറവാടുള്ള, അസീലിൻ്റെ ജംആണ് ഉസലാ. അസീൽ എന്ന് പറഞ്ഞാൽ അസ്ല് ശരിക്കും അതിൻ്റെ അസ്ലിൻ്റെ അർത്ഥം അടിസ്ഥാനം എന്നാണ്. അപ്പോൾ അസീൽ പറഞ്ഞാൽ അടിസ്ഥാനമുള്ള ആൾ, അതായത് ശരിക്കും ഒരു തറവാട്ടിലേക്ക് നസബ ചേരുന്ന ആളാണ് നമ്മൾ എന്താ പറയുക അസീൽ എന്ന് പറയുക. അതിൻ്റെ ജംആണ് ഉസലാ. അപ്പോൾ അങ്ങനെയുള്ളവർ, അതായത് തറവാടിലേക്ക് അവരുടെ രക്തബന്ധം കൊണ്ട് അവർ വാപ്പാൻ്റെ ഭാഗത്ത് കൂടെ അവരുടെ ബന്ധം ചേരും. അങ്ങനെയുള്ള ആൾക്കാരാണ് ആ കബീലയുടെ സന്താനങ്ങളാണ്. എങ്ങനെയുള്ളവർ, അല്ലദീന യന്തമൂന, അവർ യന്തമൂന എന്ന് പറഞ്ഞാൽ യന്തസിബൂന, അവരുടെ നസബ ചേരും, അവരുടെ ലിനിയേജ് ചേരും. ഇന്തമി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ഇന്തസബാൻ്റെ മാനക്കാണ് അത്. നസബ ചേരും. ഇല അബിൻ വാഹിദിൻ, ഒരൊറ്റ പിതാവിലേക്ക്, അതായത് ആ ആളുടെ മക്കളുടെ തലമുറകളായിട്ട് ആണ് ഈ കബീല ഉണ്ടാകുന്നത്. വഹാ ഉലായി, ഇക്കൂട്ടർ എന്താണ്, അവരാകുന്നത് അഷ്റാഫുൽ ഖൗമി, അവരാണ് ആ ഖൗമിൻ്റെ, ആ ജനതയുടെ അഷ്റാഫ്, ഷെരീഫുകൾ എന്ന് വെച്ചാൽ അവരുടെ പ്രമാണിമാർ, അവരുടെ ഉന്നത തറവാടുള്ള ആൾക്കാർ, നോബിൾസ്. വസാദത്തുഹും, അവരുടെ നേതാക്കളും. സയ്യിദിൻ്റെ ഖിയാസി അല്ലാത്ത ജമ്മായിട്ട് ആണ് സാദത്ത് എന്ന് പറയാം. അതിന് കാരണം എന്താ, ഇദ് യുഖ്താറു മിൻഹും, അവരിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ആരെ തിരഞ്ഞെടുക്കപ്പെടുന്നത്, ഷെയ്ഖൽ ഖബീലത്തി, കബീലയുടെ ഷെയ്ഖിനെ, കബീലയുടെ നേതാവിനെ, അതായത് ഗോത്രത്തലവനെ.
അത്തബക്കത്തു സാനിയത്തു രണ്ടാമത്തെ നില തട്ട്. അൽ മവാലി വഹും അവരാകുന്നത് അൽ ഉതഖാഉ മോചനം നൽകപ്പെട്ടവരാണ്, മോചിപ്പിക്കപ്പെട്ടവരാണ്, മിനൽ അബീദി അടിമകളിൽ നിന്ന്. ഔ അല്ലെങ്കിൽ എങ്ങനെയുള്ള കൂട്ടരാണ്? അവരുടെ ഖബീല. ഔ മൻ ഖലഅത്ഹും ഖബായിലുഹും അവരുടെ ഗോത്രങ്ങൾ അവരെ പുറത്താക്കിയവരാണ്. എങ്ങനെ? ഔ മൻ മൗസൂലയാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടരാണ്. എങ്ങനെയുള്ള ഒരു കൂട്ടർ? ഖലഅത്ഹും അവരെ ഇത് പുറത്താക്കി, വേണ്ടാന്ന് വെച്ചു. ഖബായിലുഹും അവരുടെ ഗോത്രങ്ങൾ. അങ്ങനെ ഫലജഉ അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ അഭയം തേടി ഇലാ ഹാദിഹിൽ ഖബീലത്തി ഈ ഗോത്രത്തിലേക്ക്. ലിയഈഷു അവർക്ക് ജീവിക്കാൻ വേണ്ടി, ഫീ കത്ഫിഹ വഹിമായത്തിഹ കെത്തിഫ് എന്ന് വായിക്കാം. അവരുടെ തോളിലെന്ന് പറയുന്നത് അവരെ ആശ്രയിച്ച്. കെത്തിഫിൻ്റെ മാന തോള് എന്നാണ്. അതായത് ഗോത്രത്തിനെ ആശ്രയിച്ച് വഹിമായത്തിഹ ഗോത്രത്തിൻ്റെ സംരക്ഷണത്തിലുമായിട്ട്. അത്തബക്കത്തു സാലിസത്തു മൂന്നാമത്തെ തട്ട്, മൂന്നാമത്തെ നില എന്താണ്? അൽ അബീദു അത് മോചിതരായ അടിമകളല്ല, അടിമകളാണ്. ആദ്യം നേരത്തെ ഇപ്പോൾ പറഞ്ഞത് അൽ മവാലി മോചിപ്പിക്കപ്പെട്ട അടിമകളാണ്. ഇനി പറയാൻ പോണത് അടിമകൾ. അപ്പോൾ ഒന്നാമത്തെ തട്ടിൽ സ്വതന്ത്രർ, രണ്ടാമത്തതിൽ മോചിതരായ അടിമകൾ, മൂന്നാമത്തെ തട്ടിൽ അടിമകൾ. അല്ലദീന ഉസിറു അവർ ആരാണ്? അല്ലദീന ഉസിറു അതായത് അല്ലദീന ഉസിറു അവരെ ബന്ദിയാക്കപ്പെട്ടു. ഫി ഗാറത്തിൻ എന്തെങ്കിലും ഒരു കവർച്ച ആക്രമണത്തിൽ, അതായത് നൈറ്റ് റെയ്ഡിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള റെയ്ഡ് ചെയ്യുന്ന ആക്രമണത്തിൽ അവരെന്ത് ചെയ്യപ്പെട്ടു? ബന്ദിയാക്കപ്പെട്ടു. നേരത്തെ പറഞ്ഞതാണ്. അവിഷ്തറത്തും അല്ലെങ്കിൽ അവരെ വാങ്ങി. അൽ ഖബീലത്തു ഗോത്രം ആ അടിമകളെ വാങ്ങി. അരിഖ അവർ തന്നെ റഖീഖ് എന്താ അടിമകളായ സ്ഥിതിയിൽ തന്നെ വാങ്ങി. അതായത് ഒന്നുകിൽ ഇവരെ പിടികൂടി ബന്ദിയാക്കി അടിമകളാക്കി മാറ്റിയതാണ്, എന്തെങ്കിലും യുദ്ധത്തിലോ സംഘട്ടനത്തിലോ റെയ്ഡിൻ്റെ അവസരത്തിലോ. അല്ലെങ്കിൽ അവർ അടിമകൾ തന്നെയായിരുന്നു, അങ്ങനെ അവരെ ഗോത്രം വാങ്ങിയതാണ്. അങ്ങനെ 3 തട്ടാണ് ഇവിടെ പറയുന്നത്. ഇനി പറയുന്നു ലം തക്കുനിൽ ഫൂള അരാജകത്വം ആയിരുന്നില്ല. ഫൂള എന്ന് പറഞ്ഞാൽ നിസാമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, ഓർഡറിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അനാർക്കി, കെയോസ് ആ അർത്ഥത്തിലാണ്. അതായിരുന്നില്ല തസൂദു ഹയാത്തൽ ഖബീലത്തി ഗോത്രത്തിൻ്റെ ജീവിതത്തെ നയിക്കുന്നതായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അരാജകത്വമല്ല ഗോത്രത്തിൻ്റെ ജീവിതത്തെ നയിച്ചിരുന്നത്. അതായത് പലരും അങ്ങനെ കരുതുമല്ലോ. അപ്പോൾ ഇന്നമാ കാന ലഹ എന്നല്ല അതിന് ഉണ്ടായിരുന്നു നിസാമുൻ ഒരു വ്യവസ്ഥ, ഒരു ഘടന ഉണ്ടായിരുന്നു. ആ വ്യവസ്ഥ എന്ത് ചെയ്യും? യഹ്കുമുഹ അത് ആ ഗോത്രത്തെ ഭരിക്കും. വഫ്ക തഖാലീദ തഖ്ലീദ് എന്ന് പറഞ്ഞാൽ പിന്തുടരുക എന്ന അർത്ഥം, വേറൊരാളെ പിന്തുടരുക. അപ്പോൾ ഇതിങ്ങനെ തുടർച്ചയായി കിട്ടുന്ന സംഭവത്തിനെയാണ് തഖ്ലീദ് എന്ന് പറയുന്നത്. അപ്പോൾ തഖാലീദ് അതിൻ്റെ ജംആണ് മഫായിൽ വസ്നിലുള്ള. അപ്പോൾ തഖാലീദ് എന്ന് പറഞ്ഞാൽ ഫആലീൽ വസ്നിലുള്ള. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ വഫ്ക തഖാലീദ് എന്ന് പറയുമ്പോൾ ആ ട്രഡീഷൻസിനോട് യോജിച്ച് അതിനനുസൃതമായി. വഅറാഫിൻ ഉർഫിൻ്റെ ജമാണ് അറാഫ്, അതായത് കസ്റ്റംസ്, നാട്ടു നടപ്പുകൾ. എങ്ങനെയുള്ള തഖാലീദും അറാഫുമാണ്? ഇർത്തദൗഹ അവരൊക്കെ ആ ഗോത്രക്കാരൊക്കെ അതിനെ തൃപ്തിപ്പെട്ടു. വസ്തലുഹു അലൈഹ അതിൻ്റെ മേൽ അവർ സുൽഹായി എന്ന് വെച്ചാൽ അവരതിൻ്റെ മേൽ ഏകോപിച്ചു, അംഗീകരിച്ചു. ഓക്കെ, അവരതിൻ്റെ മേൽ യോജിപ്പായി. അപ്പോൾ ഇപ്പോൾ ഇസ്തിലാഹ് എന്ന് നമ്മൾ പറയില്ല സാങ്കേതിക പദത്തിന്, എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ അതിൻ്റെ ലുഗവിയായ അർത്ഥത്തിന് പുറമെ ആ ഒരു ശാസ്ത്രത്തിൽ, ആ ഒരു ഫന്നിൽ
ആ ഒരു വാക്കിനെ ഉപയോഗിച്ച് നമുക്ക് ഈ ടേം ഉപയോഗിക്കാം എന്ന് എല്ലാവരും കൂടെ സമ്മതിക്കുകയും ഏകോപിക്കുകയും ചെയ്യുമ്പോഴാണ് അതൊരു മുസ്തലഹായ വേർഡാവുന്നത്. അതുകൊണ്ടാണ് സാങ്കേതിക പദത്തിന് നമ്മൾ മുസ്തലഹാത്ത് എന്ന് പറയുന്നത്, സാങ്കേതിക പദങ്ങൾക്ക്. അപ്പോൾ വസ്തലഹു അലൈഹ, അവരൊക്കെ അതിൻ്റെ മേൽ ഏകോപിച്ച് സമ്മതിച്ച്. വയക്കൂമു അല റഅസിൽ ഖബീലത്തി, ഖബീലയുടെ തലപ്പത്ത് നിൽക്കും ഷെയ്ഖുൻ, ഒരു ഷെയ്ഖ്. ഓക്കെ. തഹഖഖത് ഫീഹി, അദ്ദേഹത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു ഷുറൂത്തുൻ, ചില നിബന്ധനകൾ. വമിൻ അഹമ്മിഹ, അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ നിബന്ധനകളിൽ വെച്ച് അൽ വഖാറു വൽ ഹൈബത്തു. രണ്ടും ഏകദേശം മുത്തറാദിഫായ അർത്ഥാണ്. അതായത് പ്രൗഢി, ഗാംഭീര്യം എന്നൊക്കെ അർത്ഥം തന്നെയാണ് വഖാറിനും ഹൈബത്തിനുള്ളത്. അതായത് കാണുമ്പോൾ തന്നെ പേടിയോട് കൂടിയുള്ള ഒരു ആദരവ് തോന്നുന്ന അങ്ങനെയുള്ള ആൾ. വസദാദുർ റഈ, അഭിപ്രായം നേരെയാവുക, അതായത് ചൊവ്വായ അഭിപ്രായം പറയാനുള്ള കഴിവ്. വബുഅദുൻ നദുരി, അതുപോലെ തന്നെ ദീർഘവീക്ഷണം. നദുർ എന്ന് പറഞ്ഞാൽ നോട്ടം, ബുഅദ് എന്ന് പറഞ്ഞാൽ ദീർഘമായത്, ദൂരത്തായത്. അപ്പോൾ ബുഅദുൻ നദുർ അതിനെ ദീർഘവീക്ഷണം എന്ന വാക്കിൻ്റെ മേലെ അറിയിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. വത്തുമൂഹ്, അംബിഷൻസ് ഉണ്ടാവണം, ആംബിഷൻ ഉണ്ടാവണം. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കബീലയുടെ നന്മയ്ക്ക് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ഉണ്ടാവണം, കൈവരണം, നല്ലത് ആഗ്രഹിക്കുന്ന ആളാവണം, ഉയർച്ച ഉണ്ടാവണമെന്ന് കബീലക്ക്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ആംബിഷ്യസ് ആയിരിക്കണം. വൽ ഈസാർ, മറ്റുള്ളവരെ പ്രിഫർ ചെയ്യണം, തിരഞ്ഞെടുക്കുന്ന ആളായിരിക്കണം. വത്തദ്ഹിയ, സ്വയം സാക്രിഫൈസ് ചെയ്യാൻ, ത്യജിക്കാൻ തയ്യാറാവുന്ന ആളായിരിക്കണം. ഇങ്ങനെയുള്ള ഷർത്തുകളൊക്കെ ഒത്ത ആളായിരിക്കും ആ കബീലയുടെ നേതാവ്, ഷെയ്ഖ്. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിന മുഹമ്മദ്.